ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. ഈ എക്യുപ്മെന്റ് എന്റെയാ? എന്റെ പാതി കാശ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ പാതി ഓടിച്ചു തരാം. നോക്ക്, കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ എന്തെങ്കിലും കണ്ടിട്ട്. എന്തായി? പ്രസവിച്ചോ? അഴിച്ചു തുടങ്ങി. അതെ, കുളി തുടങ്ങിയോ? തുടങ്ങും. ഇനി ഇതാ ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. അവര് ഡ്രസ് അഴിച്ചു, പക്ഷെ പിന്നെ ഇട്ടു. ഡ്രസ് ഇട്ടുണ്ട് കുളിക്കാൻ പോണാ? ഇതെന്താ കുട്ടികൾ ഇങ്ങനെ ഒരു സംസ്കാരം ഇല്ലാതെ? ഞാൻ ഒന്ന് നോക്കിട്ട് വരാടാ. ഇതൊന്നുകൂടെ വാങ്ങിച്ചേ പറ്റൂ. മതി മതി, ഈ പക്ഷികളെ നോക്കിയത് മതി. ഇവൻ എപ്പോഴും ഇങ്ങനെ ഈ ക്ലിയർ വാച്ച് ചെയ്തോണ്ടിരിക്കും. കംപ്ലീറ്റ് ഡ്രസ് മാറിക്കഴിഞ്ഞടാ. ഡ്രസ്സല്ല, തൂവൽ. പക്ഷികൾ തൂവലല്ലേ പൊഴിക്കുന്നത്? തൂവല് മുഴുവൻ പൊഴിച്ച് കുളി തുടങ്ങി മോനെ. അത് പിന്നെ കിളിയൊക്കെ കുളിക്കട്ടെ. ഇത് കിളികൾ കുളിക്കുന്ന സീസണാ. വ്യത്യസ്തങ്ങളായ കുളികള്. കിളികൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. സോപ്പ് തേച്ച് തുടങ്ങി മോനെ. അതോ ഈ സോപ്പ് തിന്നുന്ന പക്ഷികളും ഉണ്ട്? പട്ടി. ഇതെന്റെ അല്ല, ഇവന്റെയാ. വൃത്തികെട്ടവൻ ശവം. എന്റെ അല്ല, പകുതി കാശ് എന്റെ ഉള്ളൂ, ബാക്കി പകുതി ഇവന്റെയാ. അതെ. ഓ, നിങ്ങൾ കിളികൾ നോക്കായിരുന്നല്ലേ? ഞങ്ങള് കരുതി ഹോസ്റ്റൽ മുറികളും കുളിമുറിയും ഒക്കെ നോക്കുകയാണെന്ന്. എന്താ പറയുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ നോക്കൂ സിസ്റ്റേഴ്സ്. യവൻ ചിലപ്പോ നോക്കും സിസ്റ്റേഴ്സ്. അതുകൊണ്ടാണ് അവൻ ഇഷ്ടിയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. എടാ ഇഷ്ടം പുറത്ത്. എന്താ എല്ലാരും കൂടി? ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണമായിരുന്നു. അയ്യോ സോറി സിസ്റ്റേഴ്സ്, 96 എൻഡ് വരെ ഒരു രക്ഷയില്ല. കംപ്ലീറ്റ് ബുക്കിംഗ് ആയി പോയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പോലും പറ്റാറില്ല. അയ്യോ, വല്ല ഡോക്ടേഴ്സിനെയും കാണിച്ചൂടെ? അതെ. അയ്യോ, ഇത് അസുഖമല്ല, ഞങ്ങൾക്ക് അത്രയ്ക്ക് തിരക്കാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഏതായാലും നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി വന്ന സ്ഥിതിക്ക് കൊല്ലത്ത് ഞങ്ങൾ ബുക്കിംഗ് ഓഫീസിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, അതെ കൊച്ചിൻ ബ്രദേഴ്സ് ആണ്. ഈ വർഷം നമുക്ക് ഒരു ദിവസം ഒഴിവുണ്ടാവും. ഇടയ്ക്കകത്തോണ്ട് അവരിന്ന് രാവിലെ വന്ന് കട്ട് ചെയ്തിട്ട് പോയുള്ളൂ. ഈ തിരക്കേറിനെ കട്ട് ചെയ്തത് പോലും അറിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണം. ഹോസ്റ്റലില്ല? ഹോസ്റ്റലില്ല, അല്ലല്ല, ഉത്സവത്തിന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ നാട്ടില്. ഏത് ഫ്രണ്ടിന്റെ? വൃത്തികേട് പറയാത്ര വൃത്തികെട്ടവനെ. ഫ്രണ്ട് എന്ന് പറയുന്ന വൃത്തികേടാണ്. അതെ. എന്ത്? ഏത് ഫ്രണ്ടിന്റെയാ? ഗീതുവിന്റെ. ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് സ്പെഷ്യൽ ബോട്ടില്. വരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഏതായി സ്ഥലം? നല്ല സ്ഥല, പുതുക്കോട്ട. അപ്പോ വരുമല്ലോ? തീർച്ചയായിട്ടും വരും, വരാതെ പറ്റില്ലല്ലോ. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. അല്ല, ഈ അഡ്വാൻസ് ഒന്നും കൊണ്ടുവന്നില്ലേ? അഡ്വാൻസോ? അയ്യോ, ഞങ്ങൾ കൊണ്ടുവന്നില്ല. അവിടെ ചെന്നിട്ട് മൊത്തമായിട്ട് തരാം. അത് മതി, അത് മതി. ശരി, അപ്പൊ വരട്ടെ. ശരി, അഡ്വാൻസ് കൊണ്ടുവരാ വന്നിരിക്കുന്നവരും കിട്ടി. ഇത്രയും പെൺപിള്ളേരുടെ മുമ്പിൽ വെച്ചാണ് അഡ്വാൻസ് ചോദിക്കുന്നത്. അഡ്വാൻസ് ചോദിച്ചാൽ എന്താ? ചോദിക്കാൻ പാടില്ല. അതിന് കാരണമുണ്ട്. എന്ത്? ഗീതുവിന്റെ നാട്ടിലെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിന് ആരാ ഗീതു നിനക്കറിയാമോ? എനിക്കറിയാം. ഞാൻ പ്രേമിക്കുന്ന പെണ്ണ്. പ്രേമോ? ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യലും ഒന്നിച്ചുള്ള യാത്രയൊക്കെ ആ പ്രേമത്തിന്റെ ഒരു ഭാഗമല്ലേടാ തെണ്ടി. നിന്റെ അച്ഛൻ. പ്രേമവും കഥാപ്രസംഗവും തമ്മിൽ എന്ത് ബന്ധം? ആരാണ് ഇവരെ അടിച്ചത്? ഇയാളെന്നെ കണ്ണിലിട്ട് കുത്തി. ഇവനെന്റെ താടിക്കടി ചവിട്ടി. അത്രയ്ക്കായോ? ഞങ്ങളാണ് ആദ്യം ഇവരെ ഓടിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് ആദ്യത്തെ അടിക്ക് അവകാശം ഞങ്ങൾക്കാ. കരാട്ടയിൽ അങ്ങനെ ഒരു നിയമമില്ല. മുന്നിൽ കിട്ടിയാൽ ആദ്യം അടി ഞങ്ങൾക്കാ. എങ്കിൽ നിങ്ങൾ മുന്നിൽ നടി, ഞങ്ങൾ പിന്നിൽ നടിക്കാം. പിന്നെ സൈഡിൽ കൂടെ ആരെങ്കിലും അടിക്കും. അടിയടാ. പ്രേമിക്കാൻ നീ ആര് മോനെ? പ്രേം ചോപ്രയോ? മാടശ്ശേരിയിലെ പെണ്ണിനെ പ്രേമിച്ചാൽ പ്രേമിക്കുന്നവന്റെ പ്രേതം ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു നടക്കും. ഒന്ന് മനസ്സിലാക്കി കൊടുക്കടാ. നല്ലോണം ഞെരിക്ക്. പിടിക്കടാ, അവനെയല്ല എന്നെ. അവനെ പിടിക്കാൻ.
നിർത്തണോ? കൂടെ നിൽക്കാതെ അവനെ പോയി അടിക്കണോ? എവിടെ പോയി അടിക്കാൻ? അവിടെ പോയി അടിക്കണോ? നിനക്ക് പാലത്തറയിലെ പെണ്ണിനെ കെട്ടണോ? എന്നാലേ കെട്ടിച്ച് തരാവടാ. എന്താ വർഗീച്ചേട്ടാ? അടി അടി പൊരിഞ്ഞടി. ഓടി വാ, ഓടി വാ. പ്രേമിക്കണല്ലടാ. പ്രേമിക്കാതെ നിനക്ക് ഉറക്കം വരൂലേ? എന്ത് ഭ്രാന്തായി കാണിക്കണേ? അവര് വിട്, അവര് വിട്. അവര് പ്രേമിക്കാനും കല്യാണം കഴിക്കാനും വന്നതല്ല. അവര് കഥാപുസ്തകക്കാര്, കഥാപുസ്തകക്കാര് അല്ല. ഞങ്ങൾ പ്രേമിക്കാൻ തന്നെ വന്നതല്ല. കഥാപുസ്തകക്കാര്, കഥാപുസ്തകക്കാര്. അതെ, ഞങ്ങൾ ഉത്സവത്തിന് കഥ പറയാൻ വന്നതാ. ഗാനഭൂഷണം കൊച്ചിൻ കേട്ടില്ലേ? നിന്റെ ചെണ്ടിയും പപ്പടം ഞാൻ ഉത്സവത്തിന് കഥ പറയാൻ വന്നാണ്. എന്തിനാടാ ഇത്ര നേരത്തെ വന്നത്? അടിയടാ. എന്തിനാടാ ഗീതയോടൊപ്പം വന്നത്? അത് പിന്നെ മാളികപ്പുരയെ താമസിച്ചെന്തിനാടാ? അതും ഫുഡ്. അവരങ്ങനെയാ. ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഇരുന്നേ കഥ എഴുതൂ. അവിടുത്തെ കഥയെ പറയൂ. വായി തുറന്ന് പറയൂ. അതെ, ഞങ്ങൾ ഈ നാട്ടിലെ കഥ ഈ നാട്ടിൽ എഴുതാനാണ് നേരത്തെ വന്നത്. ഈ നാട്ടിലെ കഥയോ? ആരെപ്പറ്റി കഥ എഴുതാനാടാ നീ വന്നത്? മാടശ്ശേരി തമ്പിയെ പറ്റി. അതെ, മാടശ്ശേരി തമ്പിയുടെ കഥയാ ഞങ്ങളോട് പറയാൻ പോകുന്നത്. മാടശ്ശേരി തമ്പിയുടെ മകനാണെന്ന് പറഞ്ഞൊരുത്തിനോട് വന്നില്ലേ? എവിടുന്ന് വന്നു? അവനെ കൊന്നില്ലേ? ആര് കൊന്നു? മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാരാര്? ഈ ഉത്സവത്തിന് മാടശ്ശേരി തമ്പി പകരം വീട്ടാൻ വരുമെന്ന് അറിയിച്ചിട്ടില്ലേ? ആരോട് പകരം വീട്ടാൻ? ഇതാണ് ഞങ്ങളോട് പറയാൻ പോകുന്ന കഥ. ഇനി ആർക്കാണ് ഞങ്ങളെ തല്ലേണ്ടത്? വാ, വന്ന് തല്ല്. മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാരാരാന്ന് വെച്ചാ വന്ന് തല്ലടാ. വന്ന് തല്ലടാ. വാടാ. ഉന്നത്തിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട. എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. എറിഞ്ഞോ? പോരാ പോരാ. എറിഞ്ഞോ? ആ കുപ്പിയിലും കല്ലിലും നോക്കണം. അങ്ങനെയല്ല. അതെ, നോക്കൂ. ഇങ്ങനെ അറിയണം. കൊണ്ടില്ലല്ലോ. ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞത് ഇങ്ങനെയാണ്. എറിഞ്ഞോ? ഇത് കൊള്ളൂലേ? നല്ല ഉന്നുള്ള കൈയാണല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങള് കഥാപ്രസംഗക്കാരാ. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇടോ, ഇടോ. ആ രണ്ട് കഥാപ്രസംഗക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞിട്ട് എന്തായാലോ? അവരല്ലേ സാറിന്റെ അപ്പുറം അപ്പുറം ഇരിക്കുന്നത്? ആ തെണ്ടികളാണ് ഈ തെണ്ടി. എടാ, നീയൊക്കെ മാടശ്ശേരി തമ്പിയുടെ കഥ പറയല്ലോ. പറയും സാർ. പറയില്ല സാർ, പറയാം. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടില് ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നിന്റെ ഒരു കഥാപ്രസംഗം പറഞ്ഞിട്ട് ഈ നാട്ടിലൊരു പുതിയ പ്രശ്നം ഉണ്ടാക്കണ്ട. അങ്ങനെ ആവശ്യം വരുമ്പോ നിന്നെ ഞാൻ വിളിപ്പിച്ചോളാം. കൈമാറ്റടാ, കൈമാറ്റണം. ജനം മറന്നു കിടക്കുന്ന പഴയ കഥ കുത്തിപ്പൊക്കി എന്റെ പ്രഷർ കൂട്ടിയാലുണ്ടല്ലോ. പ്രഷർ ഉണ്ടല്ലേ? ആവശ്യത്തിന് ഷുഗർ ഉണ്ടോ? വേഗം സ്ഥലം വിട്ടോണം. ഇനി രണ്ടുപേരെ നാട്ടിലെങ്ങാനും കണ്ടുപോയാ കരിങ്കല്ലിനെ മുട്ടുകാലിയോടെ ഓടണ്ട, ജീപ്പിലോട്ട് കയറ്. ഇവന്മാരെ അങ്ങനെ ഓടിക്കാൻ നോക്കണ്ട. ഇവന്മാര് എന്റെ ഉത്സവത്തിന് കഥ പറയാൻ വന്നവരാ. അവര് കഥ പറയും. ഇതിൽ പോലീസ് ഇടപെടണ്ട. പിന്നെ കള്ളന്മാരെ ഇടപെടണോ? അതുകൊണ്ടാണല്ലോ താൻ ഇടപെടണ്ടെന്ന് പറഞ്ഞത്. ഇടപെട്ട തന്നെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റുന്ന പ്രശ്നമില്ല. താൻ ഈ നാട്ടിൽ തന്നെ കിടക്കും. പെൻഷൻ പോലും ഇല്ലാതെ ടെൻഷൻ അടിച്ചു. എനിക്കറിഞ്ഞു ആരെയാന്നറിയോ? ഇല്ല. ഇതുപോലൊരു കഥയുമായി വന്നവനെ. കഥാപ്രസംഗക്കാരനെയാ? അവൻ പറഞ്ഞത് കഥാപ്രസംഗല്ല, അധിക പ്രസംഗ. മാടശ്ശേരി തമ്പിയുടെ മകനാണെന്നും പറഞ്ഞ അവൻ വന്നത്. തമ്പി അദ്ദേഹം ആദ്യ സ്നേഹത്തിൽ പറഞ്ഞു, പിന്നെ വരട്ടി. അവൻ പോയില്ല. അവസാനം അവനെ കൊന്നു.
എന്റെ ബ്രേക്ക് ഇട്ട് വണ്ടി വാ. പക്ഷെ കൊന്നത് മാടശ്ശേരി തമ്പി അല്ലാന്നും ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാണെന്നാണ് പലരും പറയുന്നത്. ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. തമ്പി ആരെയും കൊല്ലില്ല, അത് എനിക്കറിയാം, നല്ല പോലെ അറിയാം. 10-15 കൊല്ലം ഞാൻ അയാളുടെ കണക്കപ്പിള്ളി. തമ്പിയെ ചതിച്ചത് പാലത്തറക്കാരാണെന്നാ പറയണം. പക്ഷെ തമ്പി കോടതിയിൽ കുറ്റം സമ്മതിച്ചു. എന്തിനാ? പിന്നെ ജയിലിൽ ചാടി. അതെന്തിനാ? ഈ ഉത്സവത്തിന് തമ്പി അദ്ദേഹം എത്തൂന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തിനാ? എന്തിനാ? ഉത്സവം കാണാനല്ല. പിന്നെ? ചതിച്ചവന്മാരോടൊക്കെ പകരം ചോദിക്കാൻ. അതാരാണെന്നറിയോ? അറിയില്ല. എനിക്കും അറിയില്ല. ഇതിന്റെ ഇടയിൽ പ്രേമെന്നും കല്യാണമെന്നും പറഞ്ഞ് നടന്നാൽ കല്യാണം നടക്കില്ല, നിങ്ങളും നടക്കില്ല. അതെന്താ? പിച്ച വെച്ച് നടന്ന കുഞ്ഞിക്കാലുകൾ രണ്ടും അവര് വെട്ടിയെടുത്താ പിന്നെ പിച്ച എടുക്കാൻ പറ്റൂടാ തെണ്ടി പട്ടികളെ. നമ്മളിപ്പോ എവിടുന്ന് വന്നേ? ആ, പ്രസംഗം പറയാൻ വന്നിട്ട് ഞാൻ അവിടുന്ന് എവിടെ വന്നത്? എന്നെ വഴി തെറ്റിക്കാൻ നോക്ക വൃത്തികെട്ടവന്മാര്. ആ, ഈ കോമണിന് പ്രാന്തമുണ്ടോ? എത്ര നേരം വെച്ചാൽ ഇങ്ങനെ കാത്തിരിക്കണം? തല മുഴുവൻ അതല്ലേ. എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, അവരെങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. എന്റെ ദൈവമേ, ആലുവാ ശിവരാത്രിക്ക് പോലെ ആരിങ്ങനെ ഉറക്കൊഴിച്ച് കാണൂല. ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നീ ഒഴിച്ചിട്ടുണ്ട് മൂത്രം. ആരാത്? ആ കഥാപ്രസംഗക്കാരവിടെ അത് ചോദിക്കാൻ നീ ആരടാ? നിന്റെ തന്ത ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വേണേ രപ്പേ. അവനെ പിടിക്കാതെ നീ ഇങ്ങോട്ട് വരണ്ട. പിടിക്കാൻ. എങ്ങനെ കഥ ഓർന്നു? ആരുമില്ല, ഓടിക്കോ. ഇവന്മാരെവിടെ പോയി? നിക്കണോ? ഈ നാടിന്റെ ബൗണ്ടറി അങ്ങോട്ട് ഓടണ്ട, അവിടെ കളരി കരാത്തുണ്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എങ്ങോട്ട്? ഭക്ഷണം വെച്ച് കൊല്ലും. വേഗം വാ. വീണ്ടും ഇതിനകത്ത് തന്നെ വന്നു വിട്ടാ. എന്താ ഒക്കെ റെഡി? ഒക്കെ റെഡി. രണ്ടാളും ചാക്കിലേക്ക് കയറിക്കോ. നല്ല രസാ. ഒട്ടി പെൺകുട്ടികളുടെ ബുദ്ധിയാണ്. മനസ്സിലായിടി, ചാക്കി കെട്ടി പുഴയെത്താത്താനുള്ള പരിപാടിയാണല്ലേ. നിന്റെയൊക്കെ തന്തമാരെ പിടിച്ച് കേട്ടടി ചാക്കിനകത്ത്. കഥാപ്രസംഗക്കാരെ കുറിച്ച് നിനക്കൊന്നും അറിഞ്ഞൂടാ. പരിപാടി ലേശം കുറഞ്ഞാൽ ഇന്നേ വരെ കേരളത്തിൽ ഒറ്റക്കാതെങ്കിലും ചാക്കി കയറുന്ന ഗതികേട് വന്നിട്ടില്ലടി പുല്ലേ. എടാ, നിന്നെയൊക്കെ രക്ഷപ്പെടുത്താൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ലടാ പുല്ലേ. പിള്ളച്ചേട്ട ഇവളുമാരെ ഒന്നിനെ വിശ്വസിക്കരുത്. ഒക്കെ ചതിയത്തികളാ. അതെ, ഒന്നിനെയും. എടോ, വീടിന് ചുറ്റും ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുക. രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇതിനകത്ത് കയറിക്കോ. മക്കളെ, ഒരു മംഗളകാര്യത്തിനല്ലേ നിങ്ങളോട് ചാക്കി കയറാൻ പറയണത്? മംഗളകാര്യത്തിനായാലും മനോരമ കാര്യത്തിനായാലും ചാക്കി കയറാൻ പറ്റില്ല. ചാക്കി കയറാ. ചാക്കി കയറാ. നിങ്ങളൊക്കെ പറയുമ്പോ ചാക്കി കയറാൻ ഞങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? ചാക്കി കയറാ. ചാക്കി ഇവിടെ. എന്താ മുളക് ചാക്കൊക്കെ? നിനക്കൊരു മീശയുടെ കുറവ് പണ്ടേ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഒരു താടിയും കൂടിയാണ് വെക്കാറില്ല. അത്ര സ്ഥലത്ത് വൃത്തിയോട് മാറിക്കിട്ടേ ചവപ്പെട്ടി മൂടറേ. ഇതിനകത്ത് ഓക്സിജൻ കിട്ടുന്നില്ല. തുറന്നിരിക്കട്ടെ, സ്വന്തം മരണമെങ്കിലും നേരിട്ട് കാണാൻ പറ്റുമല്ലോ. ഹലോ സർ. എന്താടി, ചാക്കിനകത്ത് പോലും ഒരു സ്വസ്ഥത തരില്ലല്ലേ? ഇതാ എന്താ റോസ്, അറിയില്ലേ? അറിയാം. ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. മുളക് പൊടിയോ അതോ ഉറുമ്പ് പൊടിയോ? ഏയ്, ഒന്നുമില്ല. ഇതിലേ ശരിക്കും സ്നേഹത്തിന്റെ ഗന്ധമുണ്ട്. ദേ, ഗീത തന്നാ. പൊക്ക്. ഹലോ, ഇതിനകത്തോട്ട് കേറുന്ന ഒരാൾക്കൂടെ സ്ഥലമുണ്ട്. നീ കിന്നാരം പറയാണ്ട ചാക്കിന്റെ ഡോർ അടക്കിടി. നീ തൊരപ്പം മാളത്തിൽ നോക്കണ പോലെ വിളിക്കണ്ട. നോക്കണേ. വണ്ടി പോട്ടെ. എന്റെ തന്തയ്ക്ക് വിളിച്ച അവൻ എവിടെ പോയടാ? അവൻ അവിടെ കണ്ടില്ല വർക്കിച്ചേട്ടാ. ഇതിനു മുമ്പ് അവനെവിടെ കണ്ടിട്ടില്ലല്ലോ. ആരാണവൻ? അറിയില്ല. ആരായാലും അവൻ ആളൊരു ഭയങ്കര ജിമ്മാണ്. കണ്ടില്ലേ, നെഞ്ചൊക്കെ ഇട്ടുണ്ടായിരുന്നു. അവൻ മുങ്ങീന്ന്. നോക്കി നിൽക്കാതെ പോയി മുങ്ങി തപ്പടാ. കാല് പൊക്കി വെക്കി, ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെക്കി, ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെച്ചോ, ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെക്കണ്ട, ഇനി പടിയില്ല. അയ്യോ,
വണ്ടി കയറ്. വണ്ടിയുടെ ഡോർ എവിടെ? വണ്ടിക്ക് ഡോറൊന്നുമില്ല. കാറിനേക്കാളും സൗകര്യമുള്ള വണ്ടിയല്ലേ. ട്രെയിനിൽ ബെർത്ത് കേട്ടിട്ടില്ലേ? അത് തന്നെയാണിത്. ഇത് ടി വരെ ചെക്ക് ചെയ്യൊന്നും ഉണ്ടാവില്ല. കിടന്നോ? കേറി കിടന്നു. ഏയ്, ഒരാളവിടെ പോയി. ദേ അവിടെ, അപ്പം മറ്റോനോ? ദേ ഇവിടെ നിക്കണോ. അപ്പം മറ്റേ പോയി. ദേ അവിടെ കിടക്കണോ. അപ്പൊ നിനക്ക് ഇത് ആദ്യമേ പറഞ്ഞൂടെ? നിങ്ങൾ ചിരിക്കുന്നു വേണ്ട. നിങ്ങൾ വന്നു തുടങ്ങിയത് എന്റെ കഷ്ടകാലം. വാ മോനെ, വാ. ആ, വാ മോനെ. ഇവിടെ കയറി കിടന്നോട്ടാ. സുഖമായിട്ട് കിടന്നോ. ആ, ഇതെന്താ ഈ ഞാണ്ട് ഇറങ്ങണത്? അത് കാല. എന്നാ പിന്നെ അത് കയറ്റി വെക്കി. രണ്ടാളും ഇല്ലേ? ആ, രണ്ട് തലയുണ്ട്. ആ, തള്ളിക്കോ. ഇതെന്താ അങ്ങോട്ട് പോണ? ഇതെന്താ അങ്ങോട്ട് പോണത്? ആ, ഈ വണ്ടിയുടെ തല ആരാ അവിടെ കൊണ്ടുവച്ചത്? വലിക്കടാ. ഇങ്ങ് തള്ളു. ആ, ഓ, എന്തൊരു മുട്ടിഞ്ഞ കനത്. വന്നപ്പോ മുതൽ തുടങ്ങിയതല്ലേ ഫുഡ് റെഡിയായോ എന്ന്. അതിന്റെ കന ഇല്ലാണ്ടിരിക്കോ? എന്താ വണ്ടി നിർത്തിയത്? ദേ നോക്കിയേ, ഏ? കരാട്ടെ. കുറച്ച് പിണ്ണാക്ക. നിന്റെ തലയിൽ എന്താണെന്നല്ല ചോദിച്ചത്. ചാക്കില് പിണ്ണാക്കാന്നാ ഞാൻ പറഞ്ഞത്. തലയിലും ചാക്കിലും ഓ വിട്ടാണോ? പിള്ളച്ചേട്ടാ, ദേ ഞാനൊക്കെ വിളിച്ചു പറയൂട്ടോ. വേണ്ട, നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. കഥ പറയാൻ രണ്ട് കാതികി വന്നില്ലേ, കൊച്ചിൻ ബ്രദേഴ്സ്. അവരായി ചാക്കിൽ എന്താ വേണോ? വാഴപ്പിണ്ടി ചാക്കിലാക്കി ഈ മാസം പറ്റിക്കാമെന്ന് വിചാരിച്ചില്ലടാ. അവന്മാർ എവിടെയെങ്കിലും കണ്ടുപിടിക്കണം. അയ്യേ, എന്നാ പിന്നെ ഞങ്ങൾ അഴിച്ചു കാണിച്ചു കൊടുത്തൂടെ? ഏത്, ഈ മുണ്ട? അല്ല ചാക്ക്. ദേ, ഒറ്റ അടി വെച്ചെന്നാണല്ലോ. വലിക്കടാ. എന്റെ പൊന്നേ, കൊണ്ടാറങ്ങാനായിട്ട്. ആ കഥാപ്രസംഗക്കാരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാ പറ്റും. പേടിക്കാൻ സാറേ, അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്നെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റി തരാമെന്ന് പാലത്തറക്കാർ വാക്കു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പട്ടിക്കാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. എന്താണോ ചാക്കില്? അതെ, വാഴക്കൊല, നാടൻകായ. ആഹാ, വാഴക്കൊല. ഉന്നം നോക്കാൻ പറ്റിയ സാധനം. അയ്യോ അയ്യോ എന്താ, അയ്യോ, എന്തൊരു ഉന്നാകൃത്യം കൊലക്കി തന്നെ കൊണ്ടു. കണ്ടോ, ഇപ്പോഴും എന്റെ ഉന്നം തെറ്റിട്ടില്ല. വല്ലോടത്തും കൂർക്കായി നിന്നൂറോ. ഞാൻ നിന്റെ എവിടെ കൊണ്ടേ? എന്തേ കാണണോ? അത്ര മോശപ്പെട്ട സ്ഥല? ആ അതെ. അയ്യോ, എന്നാ വേണ്ട. വേണേ പൊക്കിയോടെ നോക്കണ്ട. അയ്യേ, വേണ്ട. പിടിച്ചോ പിടിച്ചോ, വലിച്ചു പിടിച്ചോ, വലിച്ചു പിടിച്ചോ. ഇറക്കണോ? ഇറക്കം. ആ, പിടി. ആ, എവിടെയെങ്ങനെ ആ ബോട്ടിലേക്ക് വെച്ച് പതുക്കെ പിടിക്കിട്ട. എന്താ സാധനം ഇത്? പൊട്ടണ സാധന. അത് ഗാനഭൂഷണം. അടിയുള്ള നിനക്ക് മിണ്ടരുത്. അതെ, ഗാനഭൂഷണത്തിന്റെ കാസറ്റുകൾ ചാക്കിലാക്കി കൊണ്ടുവന്നിരിക്കുക. ആ, സൂക്ഷിച്ചോടൊച്ച. ഒന്ന് സഹായിക്കടാ. പരദൂഷണത്തിന്റെ കാസറ്റാണ്. ചവിട്ടിക്കൂട്ടില്ലേ? മതി. ചേട്ടാ, അത് മൂത്രമൊഴിക്കണമായിരുന്നല്ലോ. എന്റെ ദൈവമേ, ഇതെന്താ പൊന്താണ്? മൂത്രമൊഴിക്കണത്. നീ ചാക്കിലേക്ക് മുള്ളിക്കൊള്ളാൻ ആരും കാണില്ല. ഇതെന്താ ഒരു നാറ്റം?